UDF ഈ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ UDF-നകത്ത് പ്രശ്നങ്ങളുണ്ടോ? UDF വോട്ടുകൾ ആകെ സമാഹരിക്കാൻ UDF-ന് കഴിയുമോ? LDF വോട്ടുകൾ വരികയും സ്വരാജിന് അധികമായി കിട്ടുന്ന വോട്ടുമാണോ നിങ്ങളുടെ പ്രതീക്ഷ? UDF-ൽ പ്രശ്നങ്ങളുണ്ടോ? UDF-ൽ പ്രശ്നങ്ങളുണ്ടോ ഇല്ലേ എന്നത് ഈ നിലമ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നപ്പോൾ പാണക്കാട്ട് കുടുംബത്തിൽ നിന്ന് ഒരു പ്രതിനിധി തങ്ങൾ അതിൽ പങ്കെടുത്തില്ല. അതിനുള്ള അല്ല ഒരു തങ്ങളല്ല, അവിടെ കുറേ തങ്ങന്മാരുണ്ട്. കുറേ തങ്ങന്മാരുണ്ട്. ഞങ്ങൾ അവരെയൊക്കെ ബഹുമാനിക്കുന്നവരാണ്. ഇതൊക്കെ അല്ല, ഒരു തങ്ങൾ ഹജ്ജിന് പോയി എന്ന് പറഞ്ഞു. ഹജ്ജിന് പോകേണ്ട സമയത്ത് പോകണം. പോവാത്ത തങ്ങന്മാർ അവിടെ ഉണ്ടായിരുന്നു, മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയല്ല, ഇവിടെ നിന്ന് ഞാൻ പറയട്ടെ സുഹൃത്തെ, ഇവിടെ നിന്ന് കൂക്കിയ കേൾക്കണ ദൂരത്തുണ്ടായിട്ട് വന്നില്ല. ഒന്ന്. മറ്റൊന്ന്, ഇതൊക്കെ മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗത്തിൽ ഞങ്ങളൊന്നുമല്ല, ദേശാഭിമാനിയിൽ മാത്രം വന്ന വാർത്തയിൽ എന്നാൽ നിങ്ങൾ നിഷേധിക്കും, അത് അങ്ങനെയെന്ന് പറയും. ഇതൊക്കെ ഈ മലയാളത്തിൽ ഇപ്പോൾ ഒന്നും രണ്ടും അല്ല, ഒന്നിലധികം ചാനലുകളിൽ വന്ന വാർത്ത. നോക്കൂ, ക്യാബിനറ്റിലെ രണ്ടാമനായിരുന്ന UDF-ലെ ഉമ്മൻചാണ്ടി കാലത്ത് UDF-ന് നേതൃത്വം കൊടുത്തിരുന്ന സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിക്ക് കൊടുത്ത അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് ഉൾപ്പെടെ പുല്ല് പോലെ വലിച്ചെറിഞ്ഞിട്ടാണ് VD സതീശൻ ഇവിടെ പറഞ്ഞല്ലോ ഇപ്പൊ സതീശനിസമാണെന്ന് പറഞ്ഞല്ലോ. അതിനുള്ള മറുപടി കൂടെ ആയിരിക്കും കേരളത്തിന്റെ വികസന തുടർച്ചയ്ക്ക് ഇതൊക്കെ ഈ നിലമ്പൂരിലെ ജനത വോട്ടെഴുതും. ചരിത്രത്തിലില്ലാത്ത ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ കുഞ്ഞാലിയുടെ മണ്ണിൽ നിന്ന് ചുട്ടികാരി നക്ഷത്ര മലയാളത്തിലെ നോക്കൂ M. സ്വരാജ് ശോകമാകുമെന്നാണ് പറയുന്നത്. തെരഞ്ഞെടുക്കപ്പെടും.